ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേ നമ്മുടെ അലീന പടി ഇറങ്ങും കേട്ടോ. പടി ഇറങ്ങുന്നതിന് മുൻപ് ചെയ്യേണ്ടതെല്ലാം ചെയ്തു വെച്ചിട്ടാണ് അലീന പോകുന്നത്. ഇപ്പോൾ ദേ നമ്മുടെ ശരണ്യയുടെ വീട്ടിലെത്തി. അവിടെ ചെന്ന് ശരണ്യയ്ക്ക് ഉടുപ്പ് കൊടുത്തു. അതുപോലെ ശരണ്യയോട് തന്നെ ഓർക്കുന്നതിനെ പറ്റി, പഠിക്കുന്നതിനെ പറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനുശേഷം ശരണ്യയുടെ അമ്മയ്ക്ക് സാരി കൊടുക്കുന്നു. അപ്പോൾ ശരണ്യയുടെ അമ്മ, എന്തിനാ മോളെ നീ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഈ പൈസയൊക്കെ ഇങ്ങനെ നീ ചിലവാക്കി കളയുന്നതെന്ന് ചോദിക്കാം. അപ്പം ഞാൻ പണിയെടുത്തുണ്ടാക്കുന്ന അല്ലെങ്കിൽ എൻ്റെ കയ്യിലിരിക്കുന്ന പൈസ ഇങ്ങനെയൊക്കെ ചിലവാക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം വരുന്നതെന്നുള്ള കാര്യം ശരണ്യയുടെ അമ്മയോട് അന്നേരം നമ്മുടെ അലീന പറയുക. അങ്ങനെ നിൽക്കുമ്പോൾ, എന്നാലും മോളെ ഞങ്ങൾക്ക് ഇതൊരു വിഷമം കേട്ടോ എന്ന് ആ അമ്മ പറഞ്ഞു. അപ്പോൾ ഒരു വിഷമം വിചാരിക്കേണ്ട കാര്യമില്ല, മകള് തന്നതാണെന്ന് തന്നെ കരുതിയാൽ മതിയെന്ന് അലീന ആ അമ്മയോട് പറയണു. പിന്നെ ഇനി ഞാൻ പോയിക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പം ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ ദേ ചേച്ചി പോവുകയാണോ, നീ എൻ്റെ കൂടെ വരുന്ന വഴി വരെ എന്തിനാന്ന് ചോദിക്കുമ്പോൾ, അല്ല നമുക്ക് അവിടം വരെ സംസാരിച്ചുകൊണ്ട് പോകാമല്ലോ എന്നിങ്ങനെ അലീന ശരണ്യയോട് പറയുന്നു. ശരണ്യ എന്നിട്ട് അലീനയുടെ കൂടെ പോകുക കേട്ടോ. ആ അമ്മ ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ബാലേന്ദ്രൻ നമ്മുടെ ബബിതയോട് ചോദിക്കുകയാണ്, കൃഷ്ണമോള് വരാറായോ എന്ന്. അപ്പോൾ അവൾ ഉടനെ എത്തുവച്ചാ, അവൾക്ക് ഇന്നൊരു എക്സാം മാത്രമേ ഉള്ളൂ, അവളുടെ എക്സാം എല്ലാം തീരെ എന്നത്തോടെ എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് തുടങ്ങിയതല്ലേ ഉള്ളൂ എന്നും ചോദിക്കുവാണ്. അപ്പോൾ അവൾ വന്നു കഴിയുമ്പോൾ രോഹിയെ കൂടി ഒന്ന് വിളിക്കണമെന്ന് ബാലേട്ടൻ പറയാം. അങ്ങനെ ബാലേട്ടൻ അവിടെ നിൽക്കുന്നു. ദേ നമ്മുടെ മോള് പരീക്ഷയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നു. അപ്പോൾ അതേ കയറി വന്നപ്പോൾ അച്ഛൻ തന്നെ അവിടെ നിൽപ്പുണ്ട്. അച്ഛാ, ആഹാ ഇത്ര പെട്ടെന്ന് എത്തിയോ നീ? അപ്പോഴേക്കും ദേ നമ്മുടെ ബബിത വന്നു. എനിക്കും എന്തെങ്കിലും കുടിക്കാൻ തരുമെന്ന് കൃഷ്ണ ചോദിക്കുമ്പം, ഓ എക്സാമായിട്ട് ഗുസ്തി പിടിച്ച് തളർന്ന അവശതയായിട്ടായിരിക്കും വന്നിരിക്കുന്നതല്ലേ. അപ്പോൾ അലീന ചേച്ചി എന്ന് പറഞ്ഞ് നീട്ടി വിളിക്കുമ്പം ഇപ്പോൾ വിളിയേക്കും. എന്തേ ഇവിടെ ഇല്ലേ അച്ഛാന്ന് ചോദിച്ചു. അവള് ശരണ്യയുടെ വീട് വരെ പോയിരിക്കാം. അപ്പോൾ ആരും പോയില്ലേ കൂടെ? ആഹാ, അവൾ ഒറ്റയ്ക്കല്ലേ പോയി കാണേണ്ടത്? അല്ല, രോഹിയേട്ടനെ കൊണ്ടുപോകുന്നതാണോ? അവൾക്കറിയാം ആരെ കൊണ്ടുപോകണം, എപ്പോൾ കൊണ്ടുപോകണം, എങ്ങനെ കൊണ്ടുപോകണം എന്നൊക്കെ. അപ്പോൾ എപ്പോഴാണ് പോയത്, വരാറായില്ലേ എന്ന് ചോദിക്കുമ്പം, കൊല്ലപ്പള്ളിയിലും കൂടെ പോയിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞു. അതെന്തിനാച്ചാ ഒറ്റയ്ക്ക് കൊല്ലപ്പള്ളിയിലോട്ട് പോകുന്നതെന്ന് ചോദിച്ചപ്പം, അതൊക്കെ പറയാം, നീ മുകളിൽ ചെന്ന് രോഹിയെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ദേ അവർ പോവുക. അപ്പോൾ ഇവിടെ കിടന്ന് രോഹിയേട്ടാന്ന് പറഞ്ഞ ഒച്ചയ്ക്ക് വിളിക്കുമ്പോൾ, നിന്നോട് ഞാൻ അവിടെ പോയി വിളിക്കാനല്ലേ പറഞ്ഞു, ഇവിടെ കിടന്ന് അലർന്ന് കേട്ട നാട്ടുകാർ ഓടി കൂടുതലോടിയെന്ന്. അത് എനിക്ക് വയ്യ അച്ഛാ മുകളിലോട്ട് കയറാൻ, എനർജി ഇല്ല എന്നും ഇങ്ങനെ പറയുമ്പോൾ രോഹിത്ത് അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. എന്നെ അടി അവിടെ കിടന്ന് അലർന്നേ, താഴേക്ക് ഒന്ന് ഇറങ്ങി അച്ഛൻ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ആ അതേ വരുവാ എന്നും പറഞ്ഞ നേരത്തേക്ക് രോഹിത്ത് താഴേക്ക് ഇറങ്ങി വന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ കൃഷ്ണമോള് ചായ കുടിക്കുന്നു. ആ സമയത്ത് ബബിത ചായ എടുത്തുകൊണ്ട് വന്നു, രോഹിത്തിനും കൂടെ ഉള്ളത്. അങ്ങനെ ഇവർ ചായയൊക്കെ കുടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത്, എന്തിനാ അച്ഛാ വിളിച്ചേന്ന് ചോദിച്ചു. അപ്പോൾ കൃഷ്ണയുടെ ചായ തട്ടിപ്പറിച്ച് രോഹിത്ത് കുടിക്കുക. അപ്പോൾ അതെന്തിനാടാ നീ അവള് കുടിച്ചുകൊണ്ടിരുന്ന ചായ എടുത്തതെന്ന് ചോദിച്ചു. എന്നാൽ പഠിച്ചു, എനിക്ക് വേണ്ടേ എന്ന് പറഞ്ഞ രോഹിത്ത് അത് തിരിച്ചു കൊടുത്തു. അത് പിന്നെ ഞാൻ പറയാൻ പോകുന്ന കാര്യം അതെന്താന്ന് വെച്ചാലേ, നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അതൊരു വിഷമമുള്ള കാര്യം കേട്ടോ, എന്നാലും പറയാതെ വയ്യല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതുവരെ ഇവർ വ്യക്തമായിട്ടൊരു കാര്യങ്ങളോ കാരണം ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അലീന പോകുന്നതിനെ പറ്റിയും ഒക്കെയുള്ള കാര്യങ്ങളോ ഒന്നും അറിഞ്ഞിട്ടില്ല. അലീന നാളെ ഇവിടെ നിന്ന് പോവുകയാണെന്ന് പറഞ്ഞു. അപ്പം നാളെയോ? അപ്പോൾ അതേ 3 പേരുടെ മുഖം അങ്ങ് വാടി. ആ നാളെ, കുറേ നാളായില്ലേ അവൾ പോണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട്. ഇനി നീട്ടിക്കൊണ്ട് പോവണ്ട എന്നതങ്ങ് തീരുമാനിച്ചു. എന്നാലും ഇത്ര പെട്ടെന്ന് വേണമായിരുന്നു അച്ഛാന്ന് കൃഷ്ണമോള് ചോദിക്കുമ്പം, അത് നമുക്ക് തോന്നുന്നതല്ലേ, പെട്ടെന്നല്ലല്ലോ. നമുക്ക് എല്ലാവർക്കും അറിയാം അവൾ പോകാൻ തീർച്ചപ്പെടുത്തിയിരിക്കുന്ന ഒരാളാണെന്ന്. എങ്ങോട്ട് പോകണമെന്ന് മാത്രം ഇതുവരെ അറിയില്ലാതിരുന്നുള്ളൂ. ഇപ്പോൾ അതിനും ഒരു തീരുമാനമായെന്ന് ബാലേട്ടൻ പറയാം. അപ്പോൾ അത് കേട്ടപ്പോൾ പിള്ളേരെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാണ്. അവരുടെയൊക്കെ മുഖം വല്ലാതായി. ബബിതയ്ക്ക് കരച്ചിൽ വരാൻ തുടങ്ങി. അപ്പോൾ അച്ഛൻ പോയി കണ്ടുപിടിച്ച സ്ഥലത്തേക്ക് തന്നെയാണോ, കുളത്തൂർ പുഴയ്ക്ക് തന്നെയാണോ എന്ന് ചോദിച്ചപ്പം, ആ അത് തന്നെയാണെന്ന് ബാലേട്ടൻ ഇവരോട് പറയുക. അപ്പം എല്ലാവർക്കും ഭയങ്കര വിഷമം. നല്ല സ്ഥലമാണെന്നും ഇതിനേക്കാളും വലിയൊരു വീടാണെന്നും ധാരാളം മുറികളൊക്കെ ഉണ്ട്, അലീനയ്ക്ക് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു. കുറേ നായ്ക്കളും ഉണ്ട് അവിടെ. എന്തുകൊണ്ടും ഇവിടത്തേക്കാൾ സുഖവും സന്തോഷവും സമാധാനവും അവൾക്ക് അവിടെ കിട്ടുമെന്ന് ഉറപ്പാണെന്നും നല്ല ആളുകളാണെന്നും ബാലേട്ടൻ പറയുകയാണേ. അപ്പോൾ നമ്മളെന്താ മോശക്കാരാണോ അച്ഛാ എന്ന് ബബിത ചോദിച്ചു. നമ്മൾ അത്ര നല്ല ആൾക്കാരല്ലായിരുന്നു, അലീനയെ കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഓരോരുത്തരെയും നല്ലതാക്കി തിരിച്ചെടുത്തത്. അതിനനുസരിച്ച് പറഞ്ഞു അയക്കാതിരിക്കാൻ ഒരു വഴിയില്ലേ അച്ഛാ എന്ന് കൃഷ്ണ അന്നേരം ചോദിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു അയക്കുന്നതല്ലല്ലോ മോളെ, അവൾ തനിയെ പോകുന്നതല്ലേ എന്ന് ബാലേട്ടൻ അന്നേരം ചോദിക്കാം. അതിൻ്റെ കാരണം എന്താണെന്ന് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആളും നീ തന്നെയല്ലേ എന്ന് ബാലേട്ടൻ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും കൃഷ്ണ ഇങ്ങനെ അവരെ രണ്ടുപേരെയും ഇങ്ങനെ മാറി മാറി നോക്കുക കേട്ടോ. അപ്പോൾ കൃഷ്ണയ്ക്ക് അറിയാമെന്നുള്ളത് ബാലേട്ടൻ പറഞ്ഞു. അപ്പോൾ ഇവരിങ്ങനെ, അവർക്കറിയില്ലല്ലോ രോഹിത്തിനും ബബിതയ്ക്കും. പിന്നെ അവളുടെ മുന്നിൽ
ആരും സങ്കടമൊന്നും കാണിക്കരുത്, സമാധാനമായിട്ട് തന്നെ അവൾ പോട്ടെ എന്ന് ബാലേട്ടൻ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. നമ്മൾക്കാണ് നഷ്ടം, അതിൻ്റെ വലിപ്പം എത്രയാണെന്ന് ഇപ്പം നമുക്കറിയാൻ പറ്റിയെന്ന് വരത്തില്ല എന്ന് ബാലേട്ടൻ ഇങ്ങനെ പറയാം. അപ്പോഴേക്കും കൃഷ്ണയ്ക്ക് ശരിക്കും കരച്ചിൽ വന്നു. ഭവിതയുടെയും കണ്ണൊക്കെ കലങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. ബാലേട്ടൻ അങ്ങനെ മക്കളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം എന്നെ മനു ഫോണിൽ വിളിക്കും. അപ്പോൾ അത് ചെയ്യരുതെങ്കിലേ അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ അഹങ്കാരം, ഞാൻ പറഞ്ഞത് നിനക്ക് പറ്റത്തില്ലല്ലേ? അപ്പോൾ ദേ ഒരു കൂട്ടുകാരനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് വീട്ടുമുറ്റത്തേക്ക് ഒരു ഓട്ടോ വരുന്നു. ഓട്ടോയിൽ ഇറങ്ങി നിന്നത് നമ്മുടെ അലീന. ഓട്ടോയ്ക്ക് പൈസയൊക്കെ കൊടുത്ത് അലീന ഇങ്ങനെ നോക്കുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ മനു ഇങ്ങനെ വന്ന് കൈയും കെട്ടി അലീനയുടെ മുന്നിൽ അങ്ങ് നിന്നു. അപ്പോഴത്തേ നമ്മുടെ അലീന ആകെ ഒന്ന് വല്ലാതെയായി. എന്നെ ഇങ്ങനെ നോക്കണേന്ന് ചോദിച്ചു. അല്ല, ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നേ, എന്ത് ധൈര്യത്തിലാണ് ഇങ്ങോട്ടുള്ള ഈ വരവെന്ന്, അതും ഒറ്റയ്ക്കേ. നമ്പർ 1 ശത്രുവായ വൈജാൻ്റിയും അപ്പോൾ നമ്പർ 2 ശത്രുവായ എൻ്റെ അമ്മയുള്ള ഈ വീട്ടിലേക്ക് ഒന്ന് പോകും മനുവേട്ടാന്ന് പറഞ്ഞ അലീന അന്നേരം അവിടെ അങ്ങനെ നിൽക്കുക. അല്ലെങ്കിലും ഞാൻ എന്തിനാ വെറുതെ പേടിക്കുന്നേ, മനുവേട്ടനുണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നുവെന്ന് അലീന അന്നേരം പറഞ്ഞു. മനു അന്നേരം ഒന്ന് ചിരിച്ചു. എന്നാലും എൻ്റെ മനസ്സിലെ ഇങ്ങനൊരു വരവ് അത് ഒട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞപ്പം ഓഹോ പിന്നെ എങ്ങനെയായിരുന്നു അപ്പോൾ വെറുതെ എന്തിനാ അതൊക്കെ പറഞ്ഞ് സമയം കളയുന്നതെന്ന് മനുവേട്ടൻ അന്നേരം അലീനയോട് ചോദിക്കാം. അത് ഞാൻ ഒരു ദിവസം നടത്തിയെടുക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കട്ടെ എന്ന് നേരം പറഞ്ഞു. നേരം അലീന ഇങ്ങനെ ഭയങ്കര ഒരു ഇതിലിങ്ങനെ നിൽക്കുന്നു കേട്ടോ. അങ്ങനെ നിൽക്കുമ്പം അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ, ഇപ്പോഴത്തെ ഈ ആഗമനോദ്ദേശം എന്താണാവോ? അത് ഞാൻ മേഡത്തിനോടും മുത്തശ്ശിയോടും യാത്ര പറയാൻ വേണ്ടി വന്നതാണെന്ന് അലീന ഇങ്ങനെ പറയുമ്പോൾ, യാത്ര പറയാനോ? അത് അന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ, അച്ഛൻ എന്നെ കൊണ്ടുവിടാനായിട്ടുള്ള ഒരു സ്ഥലം കണ്ടുപിടിച്ചു എന്നുള്ള കാര്യം. അപ്പോൾ ഉടൻ തന്നെ എന്നെ അവിടെ കൊണ്ടുവിടുമെന്ന് അച്ഛൻ പറഞ്ഞായിരുന്നെന്ന കാര്യം അലീന ഇങ്ങനെ പറയാം. അപ്പോൾ അത് കേട്ടപ്പോൾ മനുവിൻ്റെ മുഖം അങ്ങ് വല്ലാതായി. അച്ഛൻ എനിക്ക് വേണ്ടി മോശപ്പെട്ട ഒരു സ്ഥലം കണ്ടുപിടിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടെന്നുള്ള കാര്യം അലീന നേരത്തേക്ക് മനുവിനോട് പറയാം. അപ്പോൾ അത് കേട്ടപ്പോൾ അപ്പോൾ യാത്ര പറച്ചിലാണ് അവസാനമായിട്ടല്ലേ എന്ന് മനു ചോദിക്കുമ്പോൾ അലീന ഇങ്ങനെ അവസാനം ആവരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറയുന്നു. പക്ഷെ ഇതല്ലാതെ ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ മനുവേട്ടാന്നും അലീന ഇങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ ആരൊക്കെയാ ലിസ്റ്റിലുള്ളത്? ആരോടൊക്കെ പറഞ്ഞു? ലിസ്റ്റിൽ ഞാനുണ്ടോ എന്ന് മനു ഇങ്ങനെ അലീനയോട് ചോദിക്കുമ്പം അലീനയാണെന്നുണ്ടെങ്കിൽ ആകെ ഒരു ഇതിൽ നിൽക്കാം. മേഡത്തിനോടാണ് എനിക്ക് ആദ്യം പറയാനുള്ളതെന്നുള്ള കാര്യം പറയാം. പിന്നെ ഇവിടെയുള്ള ഓരോരുത്തരോടുമായിട്ട് എനിക്ക് പറയണം. ശരണ്യോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്ന് അലീന പറയാം കേട്ടോ. എന്നോട് പറയുന്നില്ലേ എന്ന് മനു അന്നേരം ചോദിച്ചു. അന്നേരം മറുപടി ഇല്ലാതെ ഇങ്ങനെ മൗനം പാലിച്ച് അലീന ഇങ്ങനെ നിൽക്കുക. ശരി, വന്ന കാര്യം നടത്തിയേക്കാം. ചുമ്മാ അവിടെ നിന്നിട്ടെന്താ കാര്യം? മനുവേട്ടാന്ന് പറഞ്ഞ് അലീന വിളിക്കുമ്പോൾ മനുവിന് ഭയങ്കര സങ്കടം. എനിക്ക് മനസ്സിലായി, എല്ലാവരോടും യാത്ര പറയണം അതല്ലേ, അത് നടക്കട്ടെ, വാ പണി തീർത്തിട്ട് വേഗം പോകാൻ നോക്ക് എന്നും പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പം വരുന്നില്ലേ, വാ എന്നും പറഞ്ഞ് മനു ഇങ്ങനെ വിളിക്കുന്നു. അലീന നേരം മന്ദം ഇങ്ങനെ നടന്നു വരുന്നു. ആരോട് ആദ്യം യാത്ര പറയാനുള്ളതെന്ന് ചോദിച്ചപ്പം അത് പിന്നെ ഞാൻ ഇവിടെ ഇപ്പോൾ വൈജാൻ്റിയുണ്ട്, മുത്തശ്ശിയുണ്ട്, വല്യച്ഛനും അച്ഛനും ഉണ്ട്, അമ്മയും രഞ്ജുവും കൂടി പുറത്ത് പോയിരിക്കാം. ഇനി ആരെയാണ് ആദ്യം കാണേണ്ടതെന്നോ തീരുമാനിച്ചേക്കാൻ പറഞ്ഞു. ഞാനിവിടെ ആദ്യം വന്നത് എൻ്റെ അമ്മയെ കാണാൻ വേണ്ടിയിട്ടല്ലേ എന്ന് അലീന മനുവിനോട് ചോദിക്കുക. മനു ഒന്നും മിണ്ടുന്നില്ല. എന്നെ മമ്മി ഇങ്ങോട്ട് പറഞ്ഞു വിടുമ്പോൾ ഞാൻ കാരണം ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകരുതെന്നും എന്നെക്കുറിച്ചുള്ള സത്യം ആരെയും അറിയിക്കരുതെന്നുമാണ് എന്നോട് പറഞ്ഞിരുന്നതെന്നുള്ള കാര്യം അലീന മനുവിനോട് പറയണം. പിന്നെ ഇത് രണ്ടും പാലിക്കാൻ എനിക്ക് പറ്റിയില്ല മനുവേട്ടാന്ന് മനുവിനോട് സങ്കടത്തോടെ പറയാം കേട്ടോ. അതുകൊണ്ട് എനിക്ക് മേഡത്തിനെയാണ് ആദ്യം കാണേണ്ടതെന്നും അവിടെയാണ് എനിക്ക് ആദ്യം യാത്ര പറയാനുള്ളതെന്നും അലീന പറയുമ്പം അന്നിപ്പം നമുക്ക് അങ്ങോട്ട് പോയേക്കാം. വൈജാൻ്റി മുകളിൽ രഞ്ജുവിൻ്റെ റൂമിലുണ്ട്, അന്ന് വന്ന് കണ്ടില്ലായിരുന്നു, അവിടെയുണ്ട്, ചെല്ലെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ മനു അലീനയും കൂടെ അങ്ങോട്ടേക്ക് ചെല്ലുന്നു. ഡോറിൽ മുട്ടി, മനുവേട്ട യാത്ര പറച്ചിലല്ലേ, ഞാൻ ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്, നീ യാത്ര പറഞ്ഞിട്ട് പോരെ എന്നൊക്കെ പറഞ്ഞിട്ട് മനു ഇങ്ങനെ അവിടെ നിൽക്കുന്നു. അപ്പോഴത്തേക്കും വൈജ വന്ന് വാതിൽ തുറന്നു. അപ്പോൾ ഇവരെ കണ്ടപ്പോഴത്തേക്കും കലിയുടെ അങ്ങേറ്റമായിട്ട് നിൽക്കുവാണ് ചേച്ചി. ഭയങ്കര ദേഷ്യം. അലീനയുടെ മുഖത്ത് പോലും നോക്കുന്നില്ല. അലീനയാണെന്നുണ്ടെങ്കിൽ ഈ മുതലിനെ തന്നെ നോക്കി നിൽക്കുക. അപ്പോൾ എന്നാടാ മനു എന്ന് അലീനയുടെ മുന്നിൽ വെച്ചൊരു ചോദ്യം. അപ്പോൾ അലീനയ്ക്ക് എന്താ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് അവളോടൊന്നും സംസാരിക്കാനില്ലെന്ന് വൈജ. എനിക്ക് സംസാരിക്കാനുണ്ടെന്നാണ് പറഞ്ഞത് എന്ന് അലീന അന്നേരം വൈജയോട് പറഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വൈജ അലീനേനെ ഒരു നോട്ടം, ഒരു വല്ലാത്തൊരു നോട്ടം. അകത്തോട്ട് കയറി ചെന്ന് പറയാനുള്ള എന്നാന്ന് വെച്ചാൽ പറഞ്ഞു, അടി കൂടരുത് കേട്ടോ, വേറെ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടോ എന്നും പറഞ്ഞ് നമ്മുടെ മനു അവിടെ നിന്ന് അങ്ങോട്ടേക്ക്
അലീനയും കൂട്ടി അകത്തേക്ക് കയറി ചെല്ലുക. വൈജ അന്നേരത്തിന് വലിയ ആളൊക്കെ കളിച്ച് തിരിഞ്ഞൊക്കെ അങ്ങ് നിൽക്കുന്നു. ആൻറ്റി ദേ ഇത് ഒരേ ഒരു ചാൻസാണ്, ലാസ്റ്റ് ചാൻസ് ആണെന്ന് പറഞ്ഞപ്പം എനിക്ക് ലാസ്റ്റ് ഫസ്റ്റ് ഒന്നും ഇല്ല മനു, എന്ത് വേണമെങ്കിലും ആയിക്കോ, നിങ്ങളായി നിങ്ങളുടെ പാടായി എന്നും പറഞ്ഞ് ഞാൻ അങ്ങ് പോയേക്കാം എന്നും പറഞ്ഞിട്ട് നമ്മുടെ മനു അന്നേരം അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയി. മനു വാതിൽ പതുക്കെ ചാരി അങ്ങ് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും വൈജ ആണെന്നുണ്ടെങ്കിൽ അലീനയെ കൊല്ലാനുള്ള കലിയിൽ ഇങ്ങനെ നോക്കി നിൽക്കുവാണ് ഭയങ്കര ദേഷ്യത്തോടു കൂടി. അലീന അന്നേരം സൗമ്യമായിട്ട് തന്നെ വൈജയുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുക. ഞാൻ നാളെ കടപ്പാട്ടൂർ വീട് വിട്ട് പോവുകയാണെന്ന് അലീന പറയാട്ടോ. അത് പറയാൻ വേണ്ടി വന്നതാണെന്ന് പറയുമ്പോൾ നീ പോകുന്നതിന് ഞാൻ എന്നാ വേണമെന്ന് വൈജയുടെ വകയൊരു ഡയലോഗ് തിരിച്ച്. എനിക്കൊന്നും വേണ്ട, ഞാൻ അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമെന്ന് അലീന വൈജയോട് പറയുന്നു. വൈജ ഇങ്ങനെ നോക്കി നിൽക്കും കേട്ടോ. എനിക്ക് മേഡത്തോട് ശത്രുതയൊന്നും ഇല്ലെന്നും പിണക്കും ഇല്ലെന്നും അലീന പറയുവാണ്. അപ്പോഴും തുറച്ചു നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുക വൈജ. എൻ്റെ അമ്മയായിട്ട് ഞാൻ കരുതിയിട്ടുള്ളൂ എന്ന് പറയുമ്പോഴും വൈജ തുറച്ചു നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുന്നു. അന്നും ഇന്നും എന്നും അങ്ങനെ തന്നെയാണെന്ന് അലീന പറയണു. അപ്പോഴും തുറച്ചു നോക്കി നിൽപ്പോൾ അതിനൊരു കുറവുമില്ല, നിൽപ്പോൾ അങ്ങനെ തന്നെ. മേഡം ഹോസ്പിറ്റലിലായിരുന്നപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചിട്ടേ ഉള്ളൂ എന്നൊക്കെ അലീന പറയട്ടോ. അന്നേരം നിന്റെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ടാണല്ലോടി ഞാനെപ്പോഴും ശരിക്കും നടക്കാൻ പോലും പറ്റാതെ ഇവിടെ വന്ന് കിടക്കുന്നതെന്ന് വൈജ പറയാം. നിന്റെ പ്രാർത്ഥന എന്നും പറഞ്ഞ് ചുമ്മാ അപമാനിച്ചുകൊണ്ടിരിക്കാം. മനസ്സറിഞ്ഞ് ഞാൻ ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല മേഡം, എന്നോടല്ലേ ചെയ്തിട്ടുള്ളത് എന്ന് അലീന ചോദിക്കുമ്പോൾ നിന്നോട് ഞാൻ എന്നാ ചെയ്തടി, നിന്നോട് ഞാൻ എന്നാ ചെയ്തേ, എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോടിയെന്ന് പറഞ്ഞതാണോ ഞാൻ നിന്നോട് ചെയ്ത ദ്രോഹം എന്ന് ചോദിക്കാം. നീ അതൊന്നും അനുസരിച്ചില്ലല്ലോ. എൻ്റെ വീട്ടിൽ കയറി വന്ന എനിക്കെതിരെ യുദ്ധം ചെയ്തവളല്ലേ നീ അല്ലേ? അന്നേരം അതൊക്കെ കേട്ട് അലീന ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാതിരുന്നതും മേഡത്തിന് വേണ്ടി തന്നെ ആയിരുന്നു എന്ന് അലീന പറയുക. മേഡത്തിൻ്റെ കുടുംബം രക്ഷിക്കാനും നിലനിർത്താനും വേണ്ടിയായിരുന്നു എന്ന് അലീന വൈജയോട് പറയുക. എൻ്റെ കുടുംബം രക്ഷിക്കാൻ വേണ്ടിയാണോടി നീ കഴക്കൂട്ടത്ത് നിന്ന് ആനപ്പുറത്ത് കയറി ഇങ്ങോട്ട് എഴുന്നള്ളിയതെന്ന് ചോദിക്കാം. എൻ്റെ കുടുംബം മീനച്ചിലാറ്റിലെ കയത്തിൽ മുങ്ങിത്താഴാൻ പോവായിരുന്നോടി, അതോ ചുറ്റോട് ചുറ്റും കടം കയറി നിക്കക്കള്ളിയില്ലാതെ ഞങ്ങൾ കുടുംബത്തോട് ആത്മഹത്യ ചെയ്യാൻ പോവായിരുന്നോടി? എൻ്റെ വീട്ടിൽ നിന്റെ നശിച്ച വലതുകാലും ഇടതുകാലും എടുത്ത് വെക്കുന്നതിന് മുമ്പ് നല്ല ഐശ്വര്യമായിട്ട് ജീവിച്ചു പോകുന്ന കുടുംബം തന്നെയായിരുന്നു ഞങ്ങളുടേത്, അത് നിനക്ക് അറിയാമായിരുന്നോ എന്ന് ചോദിച്ചു. ഇതൊക്കെ കേട്ട് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ അലീന വൈജയുടെ മുഖത്ത് തന്നെ നോക്കിക്കൊണ്ട്. ഒന്നിനും ഒരു കുറവും അവിടെ ഉണ്ടായിരുന്നില്ല. നീ വന്ന ശേഷം അല്ലേടി സകല ദുരിതങ്ങളും ഉണ്ടായി തുടങ്ങിയത്, നാശനഷ്ടങ്ങൾ ഉണ്ടായത്, അപമാനവും ദുഷ്പേരും ഒക്കെ ഉണ്ടായതെന്നും അലീനയോട് ചോദിക്കുക. നീ കാരണമല്ലേടി എൻ്റെ ജീവൻ പോലും അപകടത്തിലായതെന്നും വൈജ അലീനയോട് ചോദിക്കുന്നു. എല്ലാം ഞാൻ സമ്മതിച്ചല്ലോ എന്ന് അലീന അന്നേരം പറഞ്ഞു കരഞ്ഞുകൊണ്ട്. തെറ്റു മനസ്സിലാക്കി തിരിച്ചു പോവുകയാണെന്നും ഇനി ക്ഷമ ചോദിക്കാൻ വന്നതാണെന്നും പറഞ്ഞു കേട്ടോ അലീന. ഒന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുതെന്നും അലീന സ്ത്രീയോട് പറയുന്നു. ക്ഷമിക്കണമെന്നും. നിന്നോട് ഞാൻ ക്ഷമിക്കാനോ? എൻ്റെ അവസാന ശ്വാസം വരെ നിന്നോട് ഞാൻ ക്ഷമിക്കത്തില്ലടി എന്ന് വൈജ അലീനയോട് പറയുന്നു. ഇത് കേട്ട് അലീന കണ്ണും തള്ളിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കാം. നീ എവിടെ പോയാലും ഗുണം പിടിക്കത്തില്ലടി എന്നും പറഞ്ഞ് അതിനെ ശപിച്ചു വിടുന്നത് പോലെ പറയാണ്. ഞാൻ ഈ പറഞ്ഞത് നീ കുറിച്ച് വെച്ചോ, ഓരോടത്തും നീ ഗുണം പിടിക്കത്തില്ലടി എന്നും പറഞ്ഞുകൊണ്ട് വൈജ ഇങ്ങനെ അലീനയെ പ്രാഗി വിടുന്നു. വൈജന്തിയടി പറയുന്നതെന്നും പറഞ്ഞ് ചങ്കനടിച്ചൊക്കെ അത്രയ്ക്ക് എന്നെ വേദനിപ്പിച്ചവളാടി നീ, എന്നെ തീറ്റിച്ചവളാ നീ എന്നൊക്കെ പറഞ്ഞ് നീ അനുഭവിക്കും, നോക്കിക്കോ, അനുഭവിക്കാതെ നീ ലോകത്തൊന്നും പോകത്തില്ല എന്ന് വൈജ ഉള്ളിൽ തട്ടി പറയുമ്പോൾ മേഡം എത്ര വേണമെങ്കിലും എന്നെ ശപിച്ചോളാൻ പറഞ്ഞു. അതൊന്നും എനിക്ക് ഏൽക്കത്തില്ലെന്ന് നല്ല ഉറപ്പ് എനിക്കുണ്ടെന്ന നേരത്തേക്കും അലീന പറഞ്ഞു. കാരണം ഞാൻ ആർക്കും ഒരു ഉപദ്രവവും ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്കറിയാമെന്ന് അലീന പറയാം. പിന്നെ മേഡം പറഞ്ഞത് 100% ശരിയാ. ഞാൻ വന്നതിന് ശേഷം ആ വീട്ടിൽ കുറേ പ്രശ്നങ്ങളുണ്ടായി. പക്ഷേ ഞാൻ തന്നെ മുൻകൈ എടുത്ത് അതെല്ലാം പരിഹരിച്ചിട്ടേ ഉള്ളൂ എന്ന് അലീന അന്നേരം പറഞ്ഞു. പിന്നെ ഇപ്പോൾ അവിടെ ഒരു കുഴപ്പമില്ലാന്നും അലീന പറയാണ്. അങ്ങനെ അമ്മയുടെ മുന്നിൽ വന്ന് നിൽക്കുവാണ്. മേഡം തിരിച്ചു തന്നൊരു പ്രശ്നം ഉണ്ടാക്കാതിരുന്നാൽ മതിയെന്ന് പറഞ്ഞു. എൻ്റെ കുടുംബം എങ്ങനെ നോക്കി നടത്തണമെന്നേ എനിക്കറിയാം, നീ എന്നെ ഉപദേശിക്കാൻ വരണ്ട എന്ന് വൈജ. അത് കേട്ടപ്പോൾ മേഡത്തിന് അറിയാത്തൊരു സംഗതി ഉണ്ട് എന്ന് അലീന പറയാം. അതും കൂടെ പറയാനാ ഞാൻ വന്നതെന്ന് പറയുമ്പോഴത്തേക്കും വൈജ ഇങ്ങനെ നോക്കും. അതെന്നാ സംഗതി, എന്നാ സംഭവം? അച്ഛനെ പ്രകോപിപ്പിക്കരുതെന്നും പിന്നെ അച്ഛൻ അങ്ങേയറ്റം സഹിച്ചും ക്ഷമിച്ചും അതിൻ്റെ അടിത്തട്ട് വരെ ചെന്ന് നിൽക്കുകയാണെന്നും അലീന പറയുമ്പോൾ അത് പുച്ഛം വൈജയ്ക്ക് പുച്ഛഭാവത്തോടുകൂടി ഇങ്ങനെ നിൽക്കുക. ഞാനും കൂടെ പോകുന്നതോടെ
അച്ഛന് പിന്നെ ഒന്നും നോക്കാനില്ല എന്ന് അലീന പറയുമ്പം എൻ്റെ ഭർത്താവിനോട് എങ്ങനെ പെരുമാറണമെന്ന് നീ എനിക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ്റെ ഒപ്പം 22 കൊല്ലം ജീവിച്ചവളാണ് ഈ വൈജയന്തി. ആ എനിക്ക് ഇത്തിരി പോന്ന് നീ ഉപദേശം പറഞ്ഞു തരണോ എന്ന് ചോദിച്ചു. അന്നേരം 22 കൊല്ലം മുൻപും ഒരു ജീവിതം ജീവിച്ചായിരുന്നല്ലോ ആഗ്രയിൽ വെച്ച് ആണൊരുത്തൻ്റെ കൂടെ. അതേ കിടക്കുന്നു വൈജ ഇല്ലേ എന്ന് അലീന ചോദിച്ചപ്പോഴത്തേന് ഇത്രയും നേരം ഇങ്ങനെ നീണ്ടു കിടന്ന നാവ് അകത്തേക്ക് അങ്ങ് ഒടിഞ്ഞു നുറങ്ങി മടങ്ങിയിരിക്കുക. പിന്നെ വൈജ ഞെട്ടി. ഒന്നൊന്നര ഞെട്ടലായിരുന്നു. മുഖത്ത് നോക്കി അമ്മയോട് മകൾ ആ സത്യം വിളിച്ചു പറയുന്നു. വൈജ തീർന്നു, ഇവിടെ തീർന്നു വൈജ. അങ്ങനെ വൈജയുടെ ഉത്തരം മുട്ടി വൈജ കണ്ണുന്തി പിടിച്ചിങ്ങനെ അവിടെ നിൽക്കുക. അങ്ങനെ നമ്മുടെ അലീന പറഞ്ഞങ്ങ് തുടങ്ങിയപ്പോഴത്തേക്കും അയ്യോ കയ്യും കാലം പറയാൻ തുടങ്ങി വൈജയ്ക്ക്. ഇനിയിപ്പോൾ അലീന ഗോൾ അടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ആ ജീവിതം കൂടി ഓർമ്മ വേണം എന്നാണ് പറഞ്ഞതെന്നുള്ള കാര്യം അലീന പറയാണ്. അച്ഛൻ്റെ അടുത്ത് പഴയ ഗർവവും അഹങ്കാരവും കാണിച്ചുകൊണ്ട് ചെല്ലരുതെന്നും അലീന വൈജയോട് പറയുക. തലയ്ക്കടി കിട്ടുമെന്നുള്ള കാര്യവും അലീന പറയണു. വൈജ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇങ്ങനെ നിൽക്കുക കേട്ടോ. തകർന്ന് തരിപ്പണമായിട്ട് മിണ്ടാട്ടം മുട്ടി ഇങ്ങനെ നിന്ന് പോണു അവിടെ. പിന്നെ ഒരിക്കലും തല പൊക്കാനോ എഴുന്നേൽക്കാനോ പറ്റിയെന്ന് വരില്ല എന്നും അലീന വൈജയോട് പറയണു. മകൾ അമ്മയ്ക്ക് ഉപദേശം പറഞ്ഞു കൊടുക്കുക. കുടുംബവും പിന്നെ അങ്ങോട്ട് ബാക്കി ഉണ്ടാകത്തില്ലെന്ന കാര്യവും അലീന പറയുക കേട്ടോ. ഇത്രയൊക്കെ ദ്രോഹിച്ചിട്ടും അമ്മയ്ക്ക് ആ ഒരു മുൻകരുതൽ പറഞ്ഞു കൊടുക്കുവാണ്. അതുകൊണ്ട് മാത്രം ഞാൻ പറയുകയാണെന്നും തിരികെ ചെന്നിട്ട് സമാധാനമായിട്ട് ജീവിക്കണമെന്ന് അലീന പറഞ്ഞു കൊടുക്കുന്നു. മക്കൾ പറയുന്നത് പോലെ കേൾക്കണം. അതുപോലെ അച്ഛൻ്റെ വാക്കിന് വലിയ വില കൊടുക്കണമെന്ന കാര്യങ്ങളും അലീന വൈജയോട് പറയുന്നു. വൈജ ഇങ്ങനെ മിണ്ടാട്ടം വിട്ട് കണ്ണ് പോലും ചിമ്മാതെ ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ അലീന ബോംബ് പൊട്ടിച്ചു. അങ്ങനെ നമ്മുടെ അലീന നല്ല പവർഫുള്ളായിട്ട് വൈജയുടെ മുന്നിൽ നിന്ന് സംസാരിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. ടാറ്റാ.